സ്ത്രീ ഒരാളെ കുറ്റം പറഞ്ഞാൽ ആ സ്ത്രീ ചീത്തയായി. അതുകൊണ്ട് പലരും പേടിച്ച് പറയില്ല. പക്ഷേ ഒരാൾ പറഞ്ഞപ്പോഴാണ് മറ്റാൾക്ക് പറയാൻ ധൈര്യം കിട്ടിയത്. ഇപ്പം ഇങ്ങനെ ചെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എതിരെയുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചാറ്റുകൾ, അതൊന്നും അത്ര കള്ളത്തരം അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് എന്താവശ്യം അത് ചെയ്തിട്ട്? ഈ റിട്ടേൺ കംപ്ലൈന്റിന്റെ ഒരു അഭാവമാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അപ്പം റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ഒരു നടപടി ഒരു പ്രസ്ഥാനം സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെയുണ്ടോ? എഴുതി കൊടുത്ത ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കംപ്ലൈൻറ്റ് പലരെ പറ്റി, എൻ്റെ ഇലക്ഷൻ തോപ്പിച്ച ആൾക്കാരെ പറ്റി. ആ കംപ്ലൈൻറ്റ് ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. പിന്നെ അവർ പറയുന്ന കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ്. കോൺഗ്രസ്സുകാരുടെ രീതി അതാണ്. ഞാൻ എന്നെ ഇലക്ഷന് തോപ്പിച്ച ആളുകളെ പറ്റിയിട്ടുള്ള കംപ്ലൈൻറ്റ് നല്ല വ്യക്തമായിട്ട് അച്ചടിച്ച് കൊടുത്തതാണ്. പക്ഷെ അവർ ഇപ്പോൾ പറയണത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടേ ഇല്ല എന്ന്. അപ്പോൾ അവരുടെ അതൊന്നും കേൾക്കണ്ട എനിക്ക്. അക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി കള്ളം പറയാൻ ഏറ്റവും മിടുക്കന്മാരാണ്. ഈ നടപടിയിലൂടെ ഒരു തരത്തിൽ രാഹുലിനെ സംരക്ഷിച്ചിരിക്കുകയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഇത്ര വലിയൊരു സ്ഥാനം കളയാന്ന് പറഞ്ഞാൽ സംരക്ഷിക്കലല്ലല്ലോ. പിന്നെ കോൺഗ്രസ് സ്വയം സംരക്ഷിക്കാൻ നോക്കുകയാണ്. കാരണം ഇദ്ദേഹത്തെ ഇനി കൊണ്ട് നടന്നാൽ നാറും എന്നുള്ളത് കോൺഗ്രസ്സിന് മനസ്സിലായതുകൊണ്ട് അവർ സ്വയം സംരക്ഷിക്കുക. അല്ലാണ്ട് കോൺഗ്രസ്സിലൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥ്യമൊന്നുമില്ല. അയാൾ ഇപ്പം എൻ്റെ കൂടെ തലേ ദിവസം രാത്രി വരെ നിന്ന ആളെ പിറ്റേ ദിവസം തള്ളി പറയാൻ മടിയില്ലാത്ത ആളുകളാണ്. അത് രാഹുലിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം എന്താ കാര്യം എന്നുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി ഇന്നലെ വെളിപ്പെടുത്തിയ പെൺകുട്ടി ആദ്യം തന്നെ നൽകുന്നത് പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിന് പറഞ്ഞ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അതിനൊരു പരിഹാരം കണ്ടിരുന്നു എന്ന രീതിയിൽ ഒരു പ്രതികരണമാണ് വന്നത്. ശരിക്കും അങ്ങനെ ഒരു പ്രതികരണം അല്ലല്ലോ അവിടെ വരേണ്ടത്. നടപടി ഉണ്ടാവേണ്ടത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അതിൽ അവർ വിചാരിച്ചു ഇത്രയൊന്നും ഉണ്ടാവുമെന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒന്നിലൊക്കെ അങ്ങ് നിന്ന് പോകുമെന്ന് വിചാരിച്ചു. ഇത്രയും ആളുകൾ രംഗത്ത് വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് ചിലപ്പോൾ ഇടപെട്ടാണ്. തീർച്ചയായിട്ടും ഉണ്ട്. വി ഡി സതീശൻ ഇത് കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നല്ലോ വേറൊരു ഇഷ്യൂ ആയിട്ട്. അന്നേ ഇടപെട്ടിട്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇത്രയധികം ചീത്തപ്പേരിലേക്ക് പാർട്ടി പോവില്ലായിരുന്നു. അവിടെയാണ് വി ഡി സതീശന് തെറ്റുപറ്റിയത്. പരാതി ഉണ്ടായപ്പോഴേ ഒരു നടപടി വേണ്ടതായിരുന്നു. അതിനെപ്പറ്റി ഒരു അന്വേഷണമെങ്കിലും വേണ്ടതായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇതെങ്ങനെ അടിച്ചമർത്താൻ നോക്കി എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഷാഫിയുടെ അടുക്കേക്ക് പരാതി പറഞ്ഞപ്പോഴും ഷാഫി അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത്. അത് ഒതുക്കി തീർക്കുമല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ ഇദ്ദേഹം എന്താണ് അവരൊക്കെ പറ്റി പറയാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പത്മജ വേണുഗോപാലിന്റെ വാക്കുകളാണ് കേട്ടത്. രൂക്ഷമായ വിമർശനമാണ് അവർ ഉന്നയിച്ചത്. MLA സ്ഥാനത്ത് തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയില്ല. ഉടൻ തന്നെ MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. പരാതി എഴുതി നൽകിയാൽ മാത്രമേ നടപടിയെടുക്കുകയുള്ളൂ എന്ന ചോദ്യത്തിനും കോൺഗ്രസ് അത്തരത്തിലൊരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരവധി പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനൊന്നും ഇതുവരെയും നടപടി ഉണ്ടായില്ലല്ലോ എന്ന് പരിഹാസരൂപേണ പത്മജ വേണുഗോപാൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം, വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുകയാണ്. പ്രത്യേകിച്ച് നിരവധി യുവതികൾ, ഒന്നിലധികം യുവതികൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തങ്ങളുടെ മുന്നിലേക്ക് പരാതികളൊന്നും വന്നിട്ടില്ല എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. വി ഡി സതീശൻ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടി എടുക്കുന്നു, അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അത് മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന രീതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിനെ സംബന്ധിച്ച് വി ഡി സതീശൻ ഇന്ന് സംസാരിച്ചത്. എന്തായാലും കൂടുതൽ യുവതികൾ പരാതിയുമായി രംഗത്ത് വരികയും നേതാക്കൾ കൈവിടുകയും ചെയ്തതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ തെറ്റ് ചെയ്തതുകൊണ്ടല്ല രാജി എന്ന ന്യായീകരണമാണ് പറഞ്ഞത്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല. എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബറിടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് ഇതുവരെ
സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട്, പൊതുസമൂഹത്തോട്, പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന രാജു. അതാണ് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞത്. താൻ തെറ്റ് ചെയ്തതുകൊണ്ടല്ല രാജി എന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു രാഹുൽ. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റൊരു യുവതിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണവും പുറത്തു വന്നു. ആ സംഭാഷണത്തിലേക്ക് ഞാനത് ഏക്കുകയും ചെയ്യും. ഞാൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ അത് വളരുന്നേ? അത് താൻ അറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ല? തന്ത ഇല്ലാതൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചു ആരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതെന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആര് ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്? അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. യുവനടി പറഞ്ഞത് തനിക്കെതിരെയാണെന്ന് കരുതുന്നില്ലെന്നും എഴുത്തുകാരി ഹണി ഭാസ്കരൻ ഉന്നയിച്ച ആരോപണം അവർ തന്നെ തെളിയിക്കട്ടെ എന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. ഓഡിയോ സന്ദേശം വ്യാജമായി നിർമ്മിക്കുന്ന കാലം ആണ് ഇത് എന്നായിരുന്നു പുറത്തുവന്ന ഈ ശബ്ദരേഖയോടുള്ള രാഹുലിന്റെ പ്രതികരണം. യുവനടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവര് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത്. അവരെൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ, ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ. ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെന്റെ സുഹൃത്താണ്, ഇപ്പോഴും അടുത്ത സുഹൃത്താണ്. അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും. അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം, ഇപ്പോഴും എൻ്റെ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷെ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതി ഉണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ഈ രാജ്യത്ത് കോടതിയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും. അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ്.